നമസ്കാരം. ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസ് കംപ്ലീറ്റ് ചെയ്ത് ഒരു PSC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പല ഉദ്യോഗാർത്ഥികളും മെസ്സേജ് അയക്കുന്നതാണ് ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ട് ഇനി അടുത്ത വർഷങ്ങളിൽ നോട്ടിഫിക്കേഷൻ വരാൻ ചാൻസ് ഉള്ളത് ഏതൊക്കെ എക്സാംസ് ആണ്, ഏതൊക്കെ പരീക്ഷയാണ് ഒരു ഇലക്ട്രോണിക്സിൽ BTechോ അതല്ലെങ്കിൽ ഡിപ്ലോമയോ MTech ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എഴുതാൻ പറ്റുന്നതെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ കഴിഞ്ഞ 1-2 വർഷമായിട്ട് റെഗുലർ ആയിട്ട് PSC എക്സാം എഴുതുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അറിയാം. പക്ഷെ ആദ്യമായിട്ട് ഒരു ടെക്നിക്കൽ PSC എക്സാം എഴുതുന്നവരോ അതല്ലെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് കോഴ്സ് കഴിഞ്ഞവർക്കൊക്കെ ആണെങ്കിൽ പരീക്ഷകളെ പറ്റി കൃത്യമായ ഒരു ഐഡിയ ഉണ്ടാവില്ല. അത് മാത്രമല്ല, ഈ ഓരോ എക്സാംസിന്റെയും നോട്ടിഫിക്കേഷൻ വരുമ്പോൾ കറക്റ്റ് ആയിട്ട് അത് അപ്ലൈ ചെയ്യാനും കൂടെ ഉള്ള ഒരു അപ്ഡേറ്റ് കിട്ടാതെ പലർക്കും എക്സാംസ് മിസ്സായി പോകാറുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത്. അത് മാത്രമല്ല, നമ്മുടെ PSCയുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് എക്സാംസ് നോട്ടിഫിക്കേഷൻ വരുമ്പോഴും അതുപോലെ കൺഫർമേഷൻ കൊടുക്കേണ്ടപ്പോഴും എക്സാം വരുന്ന ഒക്കെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ്സ് കിട്ടും. അപ്പം നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അതേപോലെ തന്നെ ഇലക്ട്രോണിക്സ് എക്സാം കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ് നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും ഒക്കെ ആയിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പും കൂടെ ഉണ്ട്. അപ്പോൾ അതിലും കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമുക്ക് പറയാനുള്ള ഒരു എക്സാം എന്ന് പറയുന്നത് ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സ് എക്സാം ആണ്. അത് ആക്ച്വലി ITA ലെവലിലുള്ള ഒരു പരീക്ഷയാണ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ. അപ്പോൾ അവസാനമായിട്ട് ഈ എക്സാം നടന്നിട്ടുള്ളത് ഏപ്രിൽ 2024 ഓക്കെ, അപ്പോൾ അതിൽ ലിസ്റ്റ് വന്ന ഇനിയിപ്പോൾ അതിന്റെ കാലാവധിയൊക്കെ കഴിഞ്ഞിട്ടേ വീണ്ടും ഇനി ആ ഒരു പരീക്ഷ വിളിക്കാൻ സാധ്യതയുള്ളൂ. അടുത്ത ഒരു എക്സാം എന്ന് പറയുന്നത് ഡെമോൺസ്ട്രേറ്റർ. ഇപ്പൊ ഡെമോൺസ്ട്രേറ്റർ എന്ന് പറയുന്നത് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലുള്ള ഒരു എക്സാം തന്നെയാണ്. നമുക്ക് ഈ ഇലക്ട്രോണിക്സുകാരെ സംബന്ധിച്ചിടത്തോളം ടീച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള പോസ്റ്റുകളാണ് ശരിക്കും പറഞ്ഞാൽ കൂടുതൽ. ഇപ്പൊ സിവിലും ഇലക്ട്രിക്കലും ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ ഡെമോൺസ്ട്രേറ്റർ ഇലക്ട്രോണിക്സും ഉണ്ട്, ഡെമോൺസ്ട്രേറ്റർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ് 2 പോസ്റ്റുകൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് എക്സാം ലാസ്റ്റ് നടന്നത് നമുക്ക് ജൂണിലാണ്, അതായത് ജൂൺ 2023 അവസാനമായിട്ട് എക്സാം നടന്നിട്ടുള്ളത്. അപ്പോൾ അതിന്റെ നമുക്ക് അറിയാലോ മാക്സിമം അത് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഒരു 3 വർഷം വരെയൊക്കെ വരും. അപ്പോൾ ഒരു 26 വരെ അല്ലെങ്കിൽ 26, 27, ഇപ്പൊ 26 ലാസ്റ്റ് അല്ലെങ്കിൽ 27 നമുക്ക് ഇനി വീണ്ടും ഇതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. കാരണം 23 പരീക്ഷ കഴിഞ്ഞതുകൊണ്ട് 24, 25, 26 അപ്പോൾ മാക്സിമം പോയി കഴിഞ്ഞാൽ 26 കഴിയുമ്പോഴത്തേക്കും 27 വീണ്ടും ഒരു പരീക്ഷയ്ക്ക് നമുക്ക് സാധ്യതയുണ്ട്. അപ്പൊ അന്ന് പരീക്ഷ എന്ന് പറയുമ്പോൾ അതിന് മുന്നേ തന്നെ ഒരുപക്ഷെ നോട്ടിഫിക്കേഷൻ ഒക്കെ വരികയും ചെയ്യാം. ഓക്കെ, പിന്നെ വരുന്നത് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റിലുള്ള ജൂനിയർ ഇൻസ്ട്രക്ടർ പോസ്റ്റുകളാണ്. അതിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ മെഡിക്കൽ ഇലക്ട്രോണിക്സ്, കൺസ്യൂമർ ഇലക്ട്രോണിക്സ്, ഇലക്ട്രോണിക് മെക്കാനിക്, പവർ ഇലക്ട്രോണിക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോസ്റ്റുകളുണ്ട്. അപ്പൊ ഇതില് ഈ പരീക്ഷകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ ഈ ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാം വളരെ റീസെന്റ് ആയിട്ടാണ് നടന്നിട്ടുള്ളത്. 2024 ഡിസംബർ, ജനുവരി മാസങ്ങളിലായിട്ടാണ് പരീക്ഷ നടന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഇനിയിപ്പം ലിസ്റ്റ് ഒക്കെ വന്ന അതിന്റെ കാലാവധി കഴിഞ്ഞ് ഇനി എക്സാം നടക്കാൻ എന്തായാലും കുറച്ച് സമയം എടുക്കും. ഇപ്പോൾ ഉടനെ തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ഈ ഇപ്പൊ പറഞ്ഞ പരീക്ഷകളൊക്കെ, അതായത് ഇപ്പൊ ഡെമോൺസ്ട്രേറ്റർ, ജൂനിയർ ഇൻസ്ട്രക്ടർ തുടങ്ങിയിട്ടുള്ള എക്സാംസ് ഒക്കെ ഡിപ്ലോമ ലെവലിലുള്ള പരീക്ഷകളാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു എക്സാം നമുക്ക് പറയാനുള്ളത് എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ്. എഗെയിൻ ഇപ്പോ ഒരു ഡിപ്ലോമ ലെവൽ എക്സാം ആണ്, പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെന്റിൽ വരുന്നതാണ്. അതിന്റെ പരീക്ഷ ഇപ്പൊ നടക്കാൻ 2025 ഡിസംബറിൽ നടക്കാൻ പോകുന്നതേ ഉള്ളൂ. അതാണ് പിന്നെ വരുന്ന ഒരു പോസ്റ്റ്. പിന്നെയുള്ളത് ബിടെക്കുകാർക്ക് ഉള്ള ക്വാളിഫിക്കേഷൻ വരുന്ന എക്സാംസ് ആണ്. ഒന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സ്. അതിപ്പോ റീസെന്റ് ആയിട്ട് എക്സാം കഴിഞ്ഞതാണ്. ജൂലൈയിൽ പരീക്ഷ കഴിഞ്ഞതേ ഉള്ളൂ, ജൂലൈയിൽ. അതും അപ്പൊ 2025 എക്സാം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ ലിസ്റ്റ് ഒക്കെ വന്ന് അതിന് ഇനി സമയം എടുക്കും, പെട്ടെന്ന് വിളിക്കില്ല. അതേപോലെ തന്നെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് പോസ്റ്റിംഗ് കിട്ടുന്ന ഒരു ഇതാണ് പോളിടെക്നിക് ലെക്ചറർ ഇലക്ട്രോണിക്സ്. അതും ഇപ്പോൾ ഓഗസ്റ്റിൽ എക്സാം കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ BTech ഇനി കഴിഞ്ഞവർക്ക് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. ഇനി അടുത്തൊരു 2-3 വർഷം കഴിയുമ്പോഴത്തേക്കും ആയിരിക്കും എക്സാമിന് വിളിക്കുന്നത്. പക്ഷെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ വേറെ എന്തെങ്കിലും വർക്ക് ചെയ്യുകയാണെങ്കിലും ഒക്കെ തന്നെ അതിന്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാവുന്നതേ ഉള്ളൂ വീണ്ടും ആ ഒരു എക്സാം വരാനായിട്ട്. ഇത് രണ്ടുമാണ് BTech ഹോൾഡേഴ്സിന് വരുന്നത്. പിന്നെ അതേപോലെ ഒരു എക്സാം കൂടി ഉണ്ട്, അതായത് ഈ പോലീസ് കോൺസ്റ്റബിൾ ടെലികമ്മ്യൂണിക്കേഷൻ.
എനിക്ക് തോന്നുന്നു ഇനി ഏറ്റവും അടുത്ത് വിളിക്കാൻ സാധ്യതയുള്ള ഒരു എക്സാം അതായിരിക്കും. പക്ഷെ അതിലൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല, മെയിൽ കാൻഡിഡേറ്റ്സിനാണ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. 2022 അവസാനമായിട്ട് ആ എക്സാം നടന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു എക്സാം നമുക്ക് ഒരുപക്ഷെ നോട്ടിഫിക്കേഷൻ ഒക്കെ അടുത്ത വർഷം എക്സ്പെക്ട് ചെയ്യാം. ഇനി എംടെക് ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു എക്സാം ആണ് അസിസ്റ്റന്റ് പ്രൊഫസർ, അതായത് എഞ്ചിനീയറിംഗ് കോളേജസിൽ അസിസ്റ്റന്റ് പ്രൊഫസർ. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ട് വരുന്ന PSC എക്സാംസ്, അതായത് ടെക്നിക്കൽ PSC എക്സാംസ്. ഇനി ഇത് കൂടാതെ നിങ്ങളിപ്പം ഈ പറഞ്ഞ ഏതെങ്കിലും പരീക്ഷയ്ക്ക് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്കിപ്പോ എക്സാം ഈ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യണമെന്നില്ല. നിങ്ങൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരു PSC എക്സാം ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ റെഗുലർ ആയിട്ട് പഠിച്ചു തുടങ്ങാം. നോട്ടിഫിക്കേഷൻ വന്ന് സിലബസ് ഒക്കെ വന്ന് പഠിക്കുക എന്ന് പറഞ്ഞാൽ സിലബസ് വന്നു കഴിഞ്ഞാൽ മാക്സിമം 3 monthsേ നമുക്ക് കിട്ടുള്ളൂ, ചിലപ്പോൾ 3 months കിട്ടില്ല, 2.5 months ഒക്കെ നമുക്ക് പഠിക്കാൻ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ കുറെ ഗ്യാപ്പ് ഒക്കെ വന്നിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ സമയം കൊണ്ട് ഈ പറഞ്ഞ എല്ലാ ടോപ്പിക്സും പഠിച്ചെടുക്കൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു ഗ്യാപ്പ് ഒക്കെ വന്നിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ബേസിക്സ് തൊട്ട് പഠിച്ചു തുടങ്ങാം. ഇപ്പോൾ നമുക്ക് ലേണിനോ ആപ്പിൽ നമ്മളൊരു ജംബോ കോഴ്സ് ഇട്ടിട്ടുണ്ട്. ജംബോ കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലോങ് ടേം കോഴ്സാണ്. നിങ്ങൾക്ക് ഏത് എക്സാം വന്നാലും അത് പ്രിപ്പയർ ചെയ്യാവുന്ന രീതിയിൽ ഫ്രം ദ ബേസിക്സ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കോഴ്സാണ്. ഒപ്പം നമ്മളുടെ പ്രിന്റഡ് ബുക്സ് ഒക്കെ ഫ്രീ വരുന്ന കോഴ്സ് ഉണ്ട്. അപ്പൊ അത് അതായത് ഇപ്പോൾ ജസ്റ്റ് ഇപ്പോൾ പാസ് ഔട്ട് ആയിട്ടുള്ളവർക്ക് ടെക്നിക്കൽ PSC ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ബെസ്റ്റ് കോഴ്സാണ്. കാരണം ഈ പറഞ്ഞ ഏത് പരീക്ഷ വന്നാലും അതിന്റെ കോഴ്സുകൾ ഈ ജംബോ കോഴ്സിൽ നിങ്ങൾക്ക് ആഡ് ഓൺ ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് എക്സാമിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഇതിനൊപ്പം നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണ് ISROയുടെ ടെക്നിക്കൽ അസിസ്റ്റന്റ് പോസ്റ്റ് ഉണ്ട്, അതേപോലെ തന്നെ സയന്റിസ്റ്റ്, എഞ്ചിനീയർ പോസ്റ്റ് ഒക്കെ ISROയിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ ടെക്നീഷ്യൻ പോസ്റ്റ് വരുന്നുണ്ട്. പിന്നെ അത് കൂടാതെ നിങ്ങൾക്ക് ഇതിന്റെ ഒപ്പം പ്രിപ്പയർ ചെയ്യാവുന്നതാണ് RRB JE എക്സാം. RRB JE ഇപ്പോൾ ഈ മന്ത് എൻഡ് നമുക്ക് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും. RRB JE അത് എനിക്ക് തോന്നുന്നു ഇനി എല്ലാ വർഷവും RRB JE വിളിക്കും. മറ്റേതൊരു 2 year ഗ്യാപ്പിലൊക്കെയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ എല്ലാ വർഷവും RRB JE വിളിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട്. അപ്പൊ ഈ RRB JE പരീക്ഷയ്ക്ക് നമുക്ക് ടെക്നിക്കൽ മാത്രം പോരാ, ഈ പറഞ്ഞ എല്ലാ പരീക്ഷയ്ക്കും ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ RRB JEയിൽ ജനറൽ ക്വസ്റ്റ്യൻസും അതുപോലെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ്, ജനറൽ സയൻസ്, കറണ്ട് അഫയേഴ്സ് ഒക്കെ ചോദിക്കും. അതിൽ 2 ടയർ ആയിട്ടാണ് എക്സാം വരിക, CBT 1 ആൻഡ് CBT 2. അതിൽ സെക്കൻഡ് ടയറിലാണ് ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. പക്ഷെ ഇതിനൊപ്പം നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ് RRB JE. അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് ഇലക്ട്രോണിക്സ് എക്സാംസ്. അപ്പൊ ഇതിന്റെ കറക്റ്റ് അപ്ഡേറ്റ്സ് കിട്ടാനായിട്ട് ഒരു കാര്യം, നമ്മൾ ചാനൽ ഏതായാലും സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. സോ നിങ്ങൾക്ക് കറക്റ്റ് അപ്ഡേറ്റ്സ് കിട്ടും. PSC എക്സാം വരുന്ന സമയത്ത് അപ്ലൈ ചെയ്യാനും ഡേറ്റ് വരുമ്പോൾ കൺഫർമേഷൻ കൊടുക്കാനും ഒക്കെ. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാംസ് എഴുതുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾ ഏതെങ്കിലും ടെക്നിക്കൽ PSCക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ബേസ് എപ്പോഴും സ്ട്രോങ് ആക്കി വെക്കുക. നമുക്ക് ഒരുപാട് ഗ്യാപ്പ് വരാതിരിക്കുക. അപ്പോൾ ഇപ്പൊ നമ്മൾ പഠിച്ചിറങ്ങി ഇനി ഒരു 3 വർഷം കഴിഞ്ഞിട്ടല്ലേ എക്സാം ഉള്ളൂ എന്ന് വിചാരിച്ച് 3 വർഷം കഴിഞ്ഞിട്ട് പഠിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ പഠിച്ച കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് ഓർമ്മയുണ്ടാവില്ല. അപ്പൊ ബേസിക്സ് എപ്പോഴും നമ്മൾ തരമാക്കി വെക്കുക. നമ്മൾ അതിനുവേണ്ടി ഒരു കുറച്ച് സമയമെങ്കിലും നമ്മൾ മാറ്റി വെക്കുക. നല്ലൊരു റെഫറൻസ് ബുക്ക് നോക്കിയിട്ട് എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക. ഓക്കെ, ഇപ്പൊ നമുക്ക് ഹാൻഡ് ബുക്കും MCQ ബുക്കും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ വായിച്ചിട്ട്, കാരണം ഒരുപാട് വായിക്കാനുണ്ട്. ഇപ്പോൾ ഏതൊരു പരീക്ഷയ്ക്കാണെങ്കിലും ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ ലെവലൊക്കെ ആ രീതിക്കാണ്. നമുക്ക് അത്രയും ഡീപ്പായിട്ടുള്ള നോളേജ് ഉണ്ടെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ജസ്റ്റ് ഒരു 2 മാസമോ 3 മാസമോ മാത്രം പ്രിപ്പയർ ചെയ്ത് എഴുതിയത് കൊണ്ട് നമുക്ക് ഒരു പക്ഷേ ഒരു ടോപ്പ് റാങ്കിലൊന്നും എത്താൻ പറ്റില്ല. അപ്പൊ ബേസ് എപ്പോഴും സ്ട്രോങ് ആക്കി വെക്കുക. എക്സാം വരുന്ന സമയത്ത് എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ് അതിൽ ചെയ്യാനുള്ളത്. ബാക്കി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.